ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു നൈറ്റി കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാം. വളരെ എളുപ്പമാണ്. ഇത് ചുരിദാർ കട്ട് നൈറ്റിയാണ്. അതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാനിപ്പം തുണിയെടുത്ത് നാലായിട്ട് മടക്കിയിടുന്നു. നമ്മളതിന് നാലായിട്ടാണ് മടക്കിയിടുന്നത്. ഇനി നമുക്കതിൻ്റെ ലെങ്ത് നോക്കാം. ലെങ്ത് എന്ന് പറയുന്നത് 51 ഇഞ്ചാണ്, 51 ഇഞ്ച്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസ് കൂടെ ചേർക്കണം. നമുക്ക് അത് അടയാളപ്പെടുത്താം. നമ്മൾ രണ്ട് സൈഡിലും അത് അടയാളപ്പെടുത്തുന്നു. എന്നിട്ട് നമ്മൾ ഒരു സ്കെയിൽ വെച്ച് ഇത് അങ്ങ് വരച്ചു കൊടുക്കുന്ന നേരെയാകാൻ ലെവലിന് വേണ്ടി. ഇനിയിപ്പം നമ്മൾ ഷോൾഡറാണ് അടയാളപ്പെടുത്തുന്നത്. ഷോൾഡർ 7 ഇഞ്ചാണ്. ആ 7 ഇഞ്ച് അവിടെ അടയാളപ്പെടുത്തുന്നു. ഇനി ആ കൈക്കുഴിയുടെ ഭാഗത്തോട്ട് അതേ 7 ഇഞ്ച്, ഷോൾഡർ നമ്മൾ എത്രയാണോ എടുത്തത് അതേ 7 ഇഞ്ച് നമ്മൾ താഴോട്ട് അടയാളപ്പെടുത്തും. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് നെഞ്ചോണത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കറക്റ്റ് ആ 7 ഇഞ്ച് ഇവിടെ ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഒന്ന് നോക്കുന്നു. എന്നിട്ട് നമ്മൾ സ്കെയിൽ വെച്ച് വരച്ചെടുക്കുന്നു. ഇനി നമുക്ക് ചെസ്റ്റ് വണ്ണാണ്. ചെസ്റ്റ് വണ്ണം എന്ന് പറയുന്നത് 11.5 ആണ്. അതിൻ്റെ കൂടെ 1.5 സീം അലവൻസ് തയ്യൽ തുമ്പിന് വേണ്ടി അടയാളപ്പെടുത്തുന്നു. ഇനി നമുക്ക് കൈക്കുഴി വളച്ചെടുക്കാൻ വേണ്ടി 1.5 ഇഞ്ച് അടയാളപ്പെടുത്തുന്നു. ഇനി നമ്മൾ വേസ്റ്റിൻ്റെ ലെങ്താണ്, അത് 14 ആണ്, 14 ഇഞ്ച് അടയാളപ്പെടുത്തുന്നത്. ഇനി വേസ്റ്റിൻ്റെ വിഡ്ത്ത് 10.5 1.5 സീം അലവൻസ് തയ്യൽത്തുമ്പ് 10.5 ഇഞ്ച് ഇടവണ്ണം, എന്നിട്ട് 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ് അത് അടയാളപ്പെടുത്തി നമ്മൾ അവിടെ നിന്ന് ഷേപ്പിൽ വരയ്ക്കുന്നു. ചെസ്റ്റ് വണ്ണത്തിൻ്റെ അവിടോട്ട്. പിന്നെ അവിടെ നിന്ന് താഴോട്ട് നമ്മൾ ചുമ്മാ ഫ്രീ ഹാൻഡായിട്ട് കൈ കൊണ്ട് ഒന്ന് വരച്ചു കൊടുക്കണം. എന്നിട്ട് താഴെ മുകളിലോട്ട് 2 ഇഞ്ച് ഷേപ്പ് വരാൻ വേണ്ടി നമ്മൾ വളച്ച് എടുക്കാൻ വേണ്ടി വരയ്ക്കുന്നു. അടയാളപ്പെടുത്തിയിട്ട് വരച്ചെടുക്കുന്നു. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അളവ്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാൻ നോക്കാം. അത് ഹാഫ് സ്ലീവാണ്. അപ്പം നമ്മളത് തുണി 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 30.5 ആണ്. 13 പിന്നെ 1.5 സീം അലവൻസ് കൂടെ നമ്മൾ ചേർക്കും. ലെങ്ത് 13.5 1.5 സീം അലവൻസും, അങ്ങനെ 50 ഇഞ്ച്. ഇനി വിഡ്ത്ത് നമ്മൾ അടയാളപ്പെടുത്തുന്നത് 11 ഇഞ്ചാണ്. അവിടെ നിന്ന് താഴോട്ട് 3 ഇഞ്ച് അടയാളപ്പെടുത്തുന്നു. നമ്മളവിടെ നിന്ന് ചരിച്ചൊരു വര വരയ്ക്കുന്നു. നമ്മൾ
കൈക്കുഴി എന്ന് പറയുന്നത് 10 ഇഞ്ചാണ്. അത് നമ്മളിവിടെ ഇങ്ങനെ ചരിച്ച വരയിൽ അടയാളപ്പെടുത്തുന്നതിൻ്റെ നേർപകുതി 5. അവിടെ നിന്ന് കൈ കുഴിച്ച് വരച്ച് കൊണ്ടുവന്ന് താഴോട്ട് വരയ്ക്കുന്ന ആ ഷേപ്പിൽ വരയ്ക്കുന്ന കൈക്കുഴിയിൽ. ഈ കൈവണ്ണം 5.5 ഇഞ്ചും 1.5 ഇഞ്ച് സീം അലവൻസ്. കൈ നമ്മൾ സ്ലീവും വെട്ടാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നതാണ്. എല്ലാവർക്കും നന്ദി. താങ്ക് യു.